നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പ് വിഷയത്തിൽ ദേവസ്വം ഓഫീസർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നിങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് ചോദ്യം. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അഫിഡവിറ്റ് സ്വീകരിക്കാതെ കോടതി. സത്യവാങ്മൂലം അംഗീകരിച്ചില്ല. ദേവസ്വം ഓഫീസർക്ക് കോടതിയുടെ നോട്ടീസ്. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി പറയണമെന്ന് നിർദ്ദേശം. നടന്നത് കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമെന്നും വിലയിരുത്തൽ. റഷ്യൻ യുദ്ധമുഖത്തകപ്പെട്ട തെക്കുംകര കുത്തുപാറ സ്വദേശിയടക്കമുള്ള 2 പേരുടെ സന്ദേശം ബന്ധുക്കൾക്കെത്തി. അടുത്ത ദിവസം തങ്ങളെ യുദ്ധത്തിനയക്കുമെന്നും രക്ഷിക്കണമെന്നും വാട്സാപ്പ് സന്ദേശത്തിൽ. കൂടെ ഉണ്ടായിരുന്ന 4 റഷ്യൻ പൗരന്മാരെ സൈന്യമെത്തി കൊണ്ടുപോയി. ഇനി തങ്ങളെന്നും ഫോൺ സന്ദേശം. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ്. DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ യുവാക്കളുടെ വസതിയിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. ഊരകത്ത് നിന്ന് ഞെട്ടിക്കുന്ന കാഴ്ച. നിയന്ത്രണം വിട്ടെത്തിയ കാർ ഹോട്ടലിലേക്ക് ഓടിക്കയറി. ശ്രീവിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇടിയുടെ ആഘാതത്തിൽ കാർ തകർന്നു. വലിയ തോതിൽ പുക ഉയർന്നു. ദൃശ്യങ്ങൾ വീണയൻ ന്യൂസിൽ. സുപ്രസിദ്ധമായ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി. തൃശൂർ ചേലക്കര റൂട്ടിലോടുന്ന ബസ് ജീവനക്കാർക്കെതിരെ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും ജീവനക്കാരും പോലീസിൽ പരാതി നൽകി. തങ്ങളെ കരിവാരിത്തേക്കാൻ നടക്കുന്നത് ബോധപൂർവമായ ശ്രമമെന്ന് ബസ് ഉടമകൾ. ഇല്ലാ കഥ പ്രചരിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി. LDF ഭരണം നിലനിന്നിരുന്ന 3 പഞ്ചായത്തുകൾ UDF പക്ഷത്തേക്ക്. തൃശൂർ ജില്ലയിൽ 3 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് സീറ്റൊന്നുമില്ല. 2 സ്ഥലത്ത് UDFും ഒരിടത്ത് BJPയും വിജയിച്ചു. നാട്ടിക 9-ാം വാർഡിൽ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് UDFന് അട്ടിമറി വിജയം. വർഷങ്ങളായി ഇടതു മുന്നണി വിജയിക്കുന്ന സീറ്റിൽ ഇത്തവണ UDF 115 വോട്ടുകൾക്ക് വിജയിച്ചു. വിശ്വം വാഴ്ത്തിപ്പാടും ഭക്തി നിറലഹരിയുമായി ഗുരുവായൂർ ഏകാദശി. ആണ്ട് വിശേഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഏകാദശി പുണ്യം തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഏകാദശി വ്രതം നോറ്റ് ഊട്ടിൽ പങ്കെടുത്ത് വിശ്വാസ പുണ്യം പുതുക്കി. ഐതിഹ്യ പെരുമയിൽ തിരുവില്ലാമല പുനർജനി ഗുഹ നൂഴ്ന്ന് വിശ്വാസി സമൂഹം. ഇത്തവണയും ആദ്യം ഗുഹ നൂഴ്ന്നത് ചന്തു തന്നെ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങളിൽ വൻ കുതിപ്പ് നടത്തി വടക്കാഞ്ചേരി നഗരസഭ. 2024-25 സാമ്പത്തിക വർഷത്തിൽ സൃഷ്ടിച്ചത് 45,045 തൊഴിൽ ദിനങ്ങൾ. ഏറ്റെടുത്തത് 1.50 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ. സമസ്ത മേഖലയിലും തൊഴിലുറപ്പിന്റെ കയ്യൊപ്പ്. കുമ്പളങ്ങാട് മനപ്പടിയിൽ വീട്ടുപറമ്പിലെ കോഴിക്കൂട് തകർത്ത് തെരുവു നായ്ക്കളുടെ വികാരം. പന്തരങ്ങാട് വിനോദിന്റെ വീട്ടിലെ 25ഓളം കോഴികളെയാണ് കടിച്ചു കൊന്നത്. കോഴികൾ കൂടിനുള്ളിലും പറമ്പിലും ചത്തുകിടക്കുന്ന കാഴ്ച ഹൃദയഭേദകം. മേഖലയിൽ തെരുവുനായ് ശല്യം അതിരൂക്ഷം. നടപടി സ്വീകരിക്കാതെ ഭരണകൂടം. 2 വർഷമായി അടച്ചുപൂട്ടിക്കിടക്കുന്ന വിരുപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ വഴിയൊരുങ്ങുന്നു. പ്രവർത്തന മൂലധനമായി 150 ലക്ഷം രൂപ അനുവദിക്കാൻ
വ്യവസായ വകുപ്പ് ധനവകുപ്പിന് കത്ത് നൽകി. തുക വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ച് വ്യവസായ വകുപ്പിന്റെ സർക്കുലർ. കൊട്ടേക്കാട് പള്ളിക്ക് സമീപം സ്കൂട്ടറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണമടഞ്ഞു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരണമടഞ്ഞത്. ശാസ്താംപൂവം ആദിവാസി നഗറിലെ 71കാരി കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. കാടർ വീട്ടിൽ മീനാക്ഷിയാണ് ആന ആക്രമണത്തിൽ ഇരയായത്.